ഹലോ, ഇന്ന് സുഗതത്തിലെ എൻ്റെ 4th ഡേ ആണ്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ മൂടി പുതച്ച് കിടന്നുറങ്ങായിരുന്നു കേട്ടോ. എണീക്കുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീച്ചപ്പോഴും മഴയൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സുഗതത്തിൻ്റെ ഫ്രണ്ടേജ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചെറിയ ഗേറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കയറി വരുമ്പോൾ നമുക്കൊരു നീണ്ട ബാൽക്കണിയാണ്, ഒരു വരാന്ത. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഈ ഒരു റൂമിലാണ്. ദെൻ ലെഫ്റ്റ് സൈഡിൽ നീളത്തിലുള്ള ഒരു വരാന്തയാണ് കേട്ടോ. പിന്നെ കയറി വരുമ്പോൾ നമുക്ക് ഓഫീസ് കം ഫാർമസിയാണ്. അവിടെ എല്ലാ മരുന്നുകളും അതുപോലെ കഷായങ്ങളും എല്ലാം ട്രീറ്റ്മെൻറ്റിന് വേണ്ടതും എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു പൂജാ റൂം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ മെയിൻലി 3 റൂമും ഒരു സ്യൂട്ട് റൂമാണ് കേട്ടോ ഉള്ളത്. ആ 3 റൂമുകൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. പിന്നെ ചെറിയൊരു പാസേജാണ്. ആ പാസേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് 2 റൂമുണ്ട്. അതിൽ ഒരു സ്യൂട്ട് റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൺസൾട്ടേഷൻ റൂമാണ്. ഇവിടെയാണ് ഡോക്ടർ താമസിക്കുന്നുണ്ടായിരിക്കുക. സ്യൂട്ട് റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അതിൻ്റെയും നേരെ പോകുമ്പോൾ നമുക്ക് കിച്ചണാണ്. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല, കാരണം നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ റൂമിലെത്തുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഓട്സ് മിൽക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് പപ്പായാണ് എത്തിയത്. അതും കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ ഒരു 11:30ക്കാണ് ട്രീറ്റ്മെൻറ്റിന് പോയത്. പോകുമ്പോഴേക്കും അമ്മയുടെ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പോയി വരുമ്പോൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയും അമ്മയും നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉള്ളിച്ചോറും അതുപോലെ ഉപ്പേരി, പച്ചക്കറി, പിന്നെ തോരനാണ്, മുട്ടത്തോരനും ചമ്മന്തിയായിരുന്നു. അത് കഴിഞ്ഞൊരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും നമുക്ക് ഞവരക്കഞ്ഞി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് ഉള്ളിവടയായിരുന്നു കേട്ടോ. ഉള്ളിവടയും മിൽക്കും കുടിച്ച് കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ എൻ്റെ ഈവനിങ് വോക്കിനിറങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരുന്നു. വെറൈറ്റിക്ക് ഇന്ന് ഇലക്കിഴിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 2 ദിവസം ഇലക്കിഴി ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് നമുക്ക് ഹെഡ് മസാജും ഫുഡ് മസാജും ഷോൾഡർ മസാജും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഞാനതൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം. ഇത് വേറൊരു നെക്സ്റ്റ് സെക്ഷനിൽ ഒരു കോട്ടേജ് റൂംസാണ്. ഒരു 8 റൂംസോളം നമുക്ക് കോട്ടേജ് റൂംസ് ഉണ്ട്. അതും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം പച്ചക്കറികളും കൃഷിയും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഈവനിങ് നമ്മുടെ അമ്മമാരൊക്കെ, അതായത് ഇവിടെ ഒരുപാട് റൂംസിലൊക്കെ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ഈവനിങ് ഈ സിറ്റ് ഔട്ടിൽ വന്നിട്ട് എല്ലാവരും ഇരിക്കും കേട്ടോ, കുട്ടികളെയും കൊണ്ടൊക്കെ. അപ്പോൾ എൻ്റെ ഈവനിങ് വർക്ക് കഴിഞ്ഞ് റൂമിലെത്തി. ഞാനൊന്ന് ഫ്രഷായി, മോനെയും ഫ്രഷാക്കി അവന് നൈറ്റ് സ്യൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിന്നറിന് ചപ്പാത്തിയും ബാജിക്കറി, അതായത് നമ്മുടെ കിഴങ്ങ് കറിയും, പിന്നെ എനിക്കൊരു പുഴുങ്ങിയ മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ച് ഇന്ന് സുഖമായിട്ട് ഉറങ്ങി.